CPIയുടെ കടുത്ത എതിർപ്പിനെ തള്ളിക്കളഞ്ഞ് PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകിയാണ് ഇന്നലെ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടത്. ഇതേസമയം ഇടതുപക്ഷ നയമല്ല ഇതെന്നും CPI മന്ത്രിമാരെ പിൻവലിക്കണമെന്നും അടിയന്തരമായി ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഷാഫി പറമ്പിൽ MLAയെ തല്ലിയത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് സർക്കാർ അവകാശപ്പെടുന്ന ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് തന്നെയെന്ന് വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. തിരുവനന്തപുരത്ത് ശ്രീകാര്യം സ്റ്റേഷനിൽ ജോലിയിലിരിക്കെ പിരിച്ചുവിടപ്പെട്ട ഇൻസ്പെക്ടർ എങ്ങനെ വീണ്ടും സർവീസിൽ വന്നുവെന്ന് ഷാഫി ചോദിച്ചു. CPMന് ഗുണ്ടാപ്പണി ചെയ്യാൻ വേണ്ടി ഇയാളെ രഹസ്യമായി തിരിച്ചെടുത്തുവെന്നും ഷാഫി ആരോപിച്ചു. മേൽശാന്തിമാരുടെ സഹായികൾ ആരൊക്കെയാണെന്ന് അറിയിക്കണമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ശാന്തിക്കാരുടെ സഹായികളായി വർഷങ്ങളായി തുടരുന്നവർ ശബരിമലയിൽ ഉണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. സൈന്യത്തിന് 79,000 കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങാനുള്ള നിർദ്ദേശത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. മെഡിസെപ്പ് പ്രീമിയം 810 രൂപയാക്കി ഉയർത്തി നിശ്ചയിച്ചു. ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തി. എന്നാൽ നിലവിൽ മെഡിസെപ്പ് അംഗീകരിച്ച ചുരുക്കം ആശുപത്രികൾ തന്നെ ഇടപാടുകൾ കൃത്യമല്ലാത്തതിനാൽ പിൻവലിയുന്നുവെന്നും ജീവനക്കാർക്ക് ഗുണമില്ല എന്നുമാണ് ആരോപണം. പ്രീമിയം വർദ്ധിപ്പിച്ചത് ജീവനക്കാരെ പിഴിയാനാണെന്നും ആരോപണമുണ്ട്. അനധികൃതമായി ഫയൽ തടഞ്ഞുവെച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കുടപ്പനക്കുന്ന് മേഖലാ ഓഫീസ് ക്ലർക്ക് K. ഷിബുലാലിനെ സസ്പെൻഡ് ചെയ്തു. കൈക്കൂലിക്കായി ഇത്തരം തരംതാണ പ്രവർത്തികൾ സ്ഥിരമാണെന്ന് ആരോപണമുണ്ട്. പ്രമുഖ സ്റ്റണ്ട് മാസ്റ്റർ മലേഷ്യ ഭാസ്കറിന്റെ മരണാനന്തര ചടങ്ങുകൾ മലേഷ്യയിൽ നടക്കുമെന്ന് തെന്നിന്ത്യൻ സ്റ്റണ്ട് മാസ്റ്റേഴ്സ് യൂണിയൻ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് മാസ്റ്റർ മരിക്കുമ്പോൾ 73 വയസ്സായിരുന്നു പ്രായം. ഹിറ്റ്ലർ ബ്രദേഴ്സ്, കസ്റ്റംസ് ഡയറി, ഫ്രണ്ട്സ് ഉൾപ്പെടെ നിരവധി മലയാള സിനിമകളുടെയും ഫൈറ്റ് മാസ്റ്ററായിരുന്നു മലേഷ്യ ഭാസ്കർ. തിരുവനന്തപുരം ഉൾപ്പെടെ റെസ്റ്റോറൻറ്റുകളിൽ ഓപ്പറേഷൻ ഹണി ഡ്യൂക്സ് എന്ന പേരിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഇന്നലെ പുലർച്ചെ വരെ നടത്തിയ പരിശോധനയിൽ 7.89 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് GST ഇന്റലിജൻസ് കണ്ടുപിടിച്ചു. 68.80 ലക്ഷം രൂപ നികുതിയും പിഴയുമായി ഈടാക്കിയതായി GST ഇന്റലിജൻസ് അറിയിച്ചു. ന്യൂസിലൻഡിനെ 53 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ലോകകപ്പ് വനിതാ ക്രിക്കറ്റിൽ സെമി ഫൈനലിൽ എത്തി. സ്വർണവില ഗ്രാമിന് 75 രൂപ താഴ്ന്ന് 11,465 രൂപയായപ്പോൾ ഒരു പവന് 92,320 രൂപയായി പുതിയ നിരക്ക്. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.